നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിയിൽ വിചാരണ കോടതിക്കെതിരെ വിമർശനവുമായി അതിജീവിത. വിധി അത്ഭുതപ്പെടുന്നില്ലെന്നും കേസിലെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും സംരക്ഷിക്കപ്പെട്ടില്ലെന്നും അതിജീവിത ഇന്ന് പറഞ്ഞു. വിധി വന്ന ശേഷം ആദ്യമായിട്ടാണ് അതിജീവിതയുടെ പ്രതികരണം. അതേസമയം ആസൂത്രണം ചെയ്തവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ നീതി പൂർണ്ണമാകൂവെന്ന് നടി മഞ്ജു വാര്യർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ വേദനാജനകമായ യാത്രയിലെ വെളിച്ചത്തിന്റെ നേരിയ കണികയായി മാത്രമാണ് 6 പേർ ശിക്ഷിക്കപ്പെട്ട കേസിലെ വിധിയെ അതിജീവിത കാണുന്നത്. കെട്ടിച്ചമച്ച കേസെന്ന് പരിഹസിച്ചവർക്ക് മുന്നിൽ കേസിന്റെ വിധി സമർപ്പിക്കുകയാണ് അതിജീവിത. തുടർന്നങ്ങോട്ടുള്ള തുറന്ന കത്തിൽ വിചാരണ കോടതിയിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ടത് അതിജീവിത അക്കമിട്ട് നിരത്തുന്നുണ്ട്. കേസിലെ അടിസ്ഥാനാവശ്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. കോടതി അന്തരീക്ഷം ശത്രുതാപരമായിരുന്നുവെന്നും കേസിൽ 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചതോടെ നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ബോധ്യപ്പെട്ടതായി അതിജീവിത പറയുന്നു. മെമ്മറി കാർഡ് കസ്റ്റഡിയിലിരിക്കെ തുറന്നതിൽ അന്വേഷണമുണ്ടായില്ല. ജഡ്ജിയെ മാറ്റാൻ താൻ നിയമപരമായി പോരാടുമ്പോൾ പ്രതിഭാഗം അതേ ജഡ്ജിയെ വേണമെന്നാവശ്യപ്പെട്ടത് സംശയങ്ങൾ ബലപ്പെടുത്തി. ആശങ്കകൾ പങ്കുവച്ച് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനും കത്തുകൾ അയക്കേണ്ടി വന്നു. ഓപ്പൺ കോടതിയിൽ വാദം വേണമെന്ന ആവശ്യവും നിരാകരിക്കപ്പെട്ടതായി അതിജീവിത പറയുന്നു. നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്നാണ് വിശ്വാസമെന്ന് വ്യക്തമാക്കിയ അതിജീവിത യാത്രയിൽ ചേർത്ത് പിടിച്ച മനുഷ്യരോട് നന്ദി പറഞ്ഞു. പൾസർ സുനിയുമായി നേരത്തെ ബന്ധമുണ്ടെന്ന പ്രചരണത്തെ അതിജീവിത തള്ളുകയാണ്. ഒപ്പം പണം കൈപ്പറ്റിയവർ നുണപ്രചരണങ്ങളും അധിക്ഷേപ പരാമർശങ്ങളും നടത്തുന്നത് തുടർന്നുള്ളൂവെന്ന് അതിജീവിത സമൂഹമാധ്യമങ്ങളുടെ പങ്കുവച്ച ആദ്യ പ്രതികരണത്തിൽ വൈകാരികമായി തുറന്നടിച്ചു. വിധിക്കു പിന്നാലെ പ്രതികരണവുമായി നടി മഞ്ജു വാര്യരും രംഗത്തെത്തി. ആസൂത്രണം ചെയ്തവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ പൂർണ്ണമായും നീതി ലഭിക്കൂ എന്ന് മഞ്ജു വാര്യർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.